ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടോ, സന്തോഷത്തോടെയൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ മദേഴ്സ് ഡേ സ്പെഷ്യൽ ബോട്ടിലായിട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പിങ്ക് കളറ് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടിലിന്. ഏതെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡ് കളർ ബേസ് കൊടുക്കാം കേട്ടോ. നമ്മളതിൻ്റെ മുകളിൽ ചെയ്യുന്നത് എടുത്തറിയാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഏതെങ്കിലും കളർ കൊടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ആ ഒരു അമ്മ കുഞ്ഞിന് തോളത്തിട്ടിരിക്കുന്ന ഒരു ഇമേജ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് മദേഴ്സ് ഡേ ഇമേജസ് കിട്ടും ഇതുപോലത്തെ. അപ്പോൾ അതെടുത്ത് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ക്ലേ കുറച്ച് കട്ടിക്കെടുക്കണം. എന്നിട്ട് അമ്മയുടെ ആ ഒരു ഫ്രോക്ക് പോലത്തെ ഉടുപ്പാട്ടോ അതിൽ. അപ്പോൾ അതിൻ്റെ ആ മുകൾ ഭാഗം നമുക്ക് കുറച്ചൊന്ന് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. വരച്ച ഒരു ഭാഗവും നമ്മുടെ മനസ്സിൽ ആ ഇമേജ് എങ്ങനെയാണോ, അല്ലെങ്കിൽ അടുത്ത ആ ഇമേജ് വെച്ചതിന് ശേഷം അതെങ്ങനെയാണോ എന്ന് ചിന്തിച്ച് നമ്മൾ ആ ഒരു ഷേപ്പ് ചെയ്തെടുക്കുക. ഷേപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ടൂളും ഉപയോഗിക്കാം കേട്ടോ. ഇതിന് വേണ്ട നിങ്ങൾക്ക് പറ്റുന്ന ഏത് ടൂളും ഉപയോഗിക്കാം. എന്നിട്ട് ആ ഫ്രോക്കിൻ്റെ താഴെ കുറച്ച് കട്ടിക്ക് പൊങ്ങിയിരിക്കാൻ വേണ്ടി കേട്ടോ ഞാൻ അങ്ങനെ കട്ടിക്ക് കൊടുത്തു. എന്നിട്ട് പരത്തിയിട്ട് ബാക്കി ഭാഗം കൊടുത്തു. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ക്ലേ അത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഷേപ്പ് ചെയ്യാൻ ഞാനിവിടെ ബാംബൂ സ്റ്റിക്ക്, ടൂത്ത് പിക്ക്, അതുപോലെ നൈഫായിട്ട് കട്ടർ, സാധാരണ നൈഫും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് ആ ഒരു വിടർന്നാണ് ഫ്രോക്ക് ഇരിക്കുന്നത്, ആ ഉടുപ്പിരിക്കുന്നത്, ആ ഡ്രസ്സ് അങ്ങനത്തെയാണ്. എന്നിട്ട് നമുക്കൊരു ബെൽറ്റ് ഉണ്ട്, ചെറിയൊരു ബെൽറ്റിൻ്റെ ഭാഗം അത് കൊടുത്തു. എന്നിട്ട് ബാംബൂ സ്റ്റിക്ക് കൊണ്ട് ഒരു ചുളിവ് കൊടുക്കുക. ഇങ്ങനെ മടക്കി ഞൊറിവെടുക്കൂലേ, ആ ഒരു ഭാഗം അങ്ങനെ കൊടുക്കുക കേട്ടോ. അത് ടൂത്ത് പിക്കും ബാംബൂ സ്റ്റിക്കും വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഏത് ടൂളും വേണമെങ്കിൽ ഉപയോഗിക്കാം, ഉരുണ്ടിരിക്കുന്ന ഏത് ടൂളും ഉപയോഗിക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അമ്മയുടെ ഒരു തലമുടിയില്ലേ, ആ ഭാഗം കൊടുക്കാം. മുഖം കാണൂല, തലമുടി മാത്രമേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിൻ്റെ തലയോട് ചേർന്നിട്ടാണ് അമ്മയുടെ തല ഇങ്ങനെ ഇരിക്കണേ, കുനിഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ അതിന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഉടുപ്പിൻ്റെ ഒരു പകുതി ഭാഗത്തോളം മുടിയുണ്ട്. അപ്പോൾ ആ മുടി നമുക്ക് ഒരു നൈഫ് വെച്ച് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ അമ്മയുടെ തലമുടി നമ്മൾ നൈഫ് വെച്ച് വരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഉടുപ്പൊക്കെ ചുളിവുകളും ആ ഒരു ബെൻഡി നിൽക്കുന്ന ഭാഗമൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് പറ്റുന്ന ടൂൾ ഏതാണോ അങ്ങനെ എടുക്കുക കേട്ടോ. ഞാനിവിടെ ബാംബൂ സ്റ്റിക്ക് കൊണ്ടൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലേ ടൂൾ ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനത് എടുത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ക്ലേ ടൂൾ വെച്ച് ചെയ്യാം. അതുപോലെ തന്നെ ടൂത്ത് പിക്ക് കൊണ്ട് ഞാനത് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബെൽറ്റിൻ്റെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ ഒരു അമ്മയുടെ തോളിലാണ് കുഞ്ഞുവാവ, അതായത് ബേബി കിടക്കുന്നത്. അപ്പോൾ ആ തോളിൻ്റെ ഭാഗം നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബേബിയുടെ തല വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോൾ വെച്ച് കൊടുത്തു തലയുടെ ഭാഗം. അതായത് അമ്മയുടെ മുടിനേക്കാളും എടുത്തറിയണം ബേബിയുടെ മുടി, ആ ഒരു തല. അപ്പോൾ അതിനായിട്ട് തോളത്ത് കിടക്കുകയാണല്ലോ, അതിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തല വെച്ചതിന് ശേഷം അമ്മയുടെ ഒരു കൈയുടെ മുട്ട് വരെയുള്ള പോർഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബേബിയുടെ ആ ഒരു പുറത്തെ ഭാഗം ഉണ്ടല്ലോ, ബേബിയുടെ ബോഡി, അത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം അമ്മയുടെ കൈ വെച്ച് കൊടുക്കാൻ. കാരണം ബേബിയുടെ പുറത്താണ് കൈ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗവും കൂടെ ആയതിന് ശേഷം മാത്രമേ അമ്മയുടെ കൈയുടെ മുട്ടിൻ്റെ ഭാഗം തൊട്ടുള്ളത് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ബേബിയുടെ ആ ഒരു പുറത്തെ ഭാഗം ഉണ്ടല്ലോ, ബോഡി, ആ ഒരു ബോഡി ഭാഗം നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ മുട്ട് പോട്ട് നമ്മൾ അമ്മയുടെ കൈ ബേബിയുടെ പുറത്ത് കിടക്കുന്നതായിട്ട് ചെയ്യണം. എന്നിട്ട് ബേബിയുടെ ഒരു കുറച്ച് പോർഷൻ നമ്മുടെ അമ്മയുടെ ആ ഒരു കൈയുടെ പോർഷൻ നമ്മുടെ അമ്മയുടെ കയ്യിലോട്ട് ചേർന്നിരിക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം, ഇതുപോലെ. എന്നിട്ട് ബേബിയുടെ തലയിൽ നമ്മൾ മുടി നൈഫ് വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് ബേബിയുടെ ആ ഒരു കാല്, പാദം, അതുപോലെ ബാക്ക് സൈഡ് എന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. കാലിൻ്റെ മുട്ട്, ബാക്ക് സൈഡ് ആ ഒരു ഭാഗം അമ്മയുടെ ആ ഒരു കൈയുടെ താഴത്തോട്ട് ആണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒരു സെപ്പറേഷൻ കൊടുക്കണം, ചെറിയ ചെറിയ സെപ്പറേഷൻ. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല, പെയിൻറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും എടുത്തറിയുള്ളൂ. ബേബിയുടെ തലയുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, കൈ കുറച്ച് കുറഞ്ഞു പോയി, കട്ടിപ്പ്. അപ്പോൾ കട്ടിയായിട്ട് നമ്മൾ അമ്മയുടെ കൈ ഒന്ന് കുറച്ചും കൂടെ ക്ലേ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ടൂത്ത് പിക്ക് കൊണ്ടാണ് ഞാൻ ഒരു സെപ്പറേഷൻ, ചെറിയ ചെറിയ ഭാഗങ്ങളാണല്ലോ,
അപ്പോൾ അത് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് ടൂത്ത് പിക്കിൻ്റെ അറ്റം കൊണ്ടാണ് എല്ലായിടവും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ കയ്യിൽ ബേബി ഇരിക്കുന്നതായിട്ട് തോന്നും. എന്നിട്ട് ചെറിയ ബോൾ നമ്മുടെ അമ്മയുടെ തലയിൽ ചെറിയ ചെറിയ ക്ലേയുടെ ബോൾ വെച്ച് ഒരു 3 എണ്ണം വെച്ചിട്ട് ടൂത്ത് പിക്ക് കൊണ്ടോ പിന്നുകൊണ്ടോ കുത്തി കൊടുക്കാം. അത് ഫ്ലവറാണെന്ന് തോന്നാൻ വേണ്ടി കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഫ്ലവർ കുത്തി കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശരിക്കും എടുത്തറിയും. എന്നിട്ട് നമ്മൾ മോൾഡ് വെച്ചിട്ട് ഹാർട്ടിൻ്റെ ഷേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഹാർട്ടിൻ്റെ ഷേപ്പ് നമ്മൾ മോൾഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തു കൊടുത്തു. ഇനി ഹാപ്പി മദേഴ്സ് ഡേ എന്നുള്ളത് ഔട്ട്ലൈനർ കൊണ്ട് എഴുതുകയാണ്. ഇത് എഴുതിയതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബ്ലാക്ക് കളറ് നമ്മൾ ബേബിയുടെ അമ്മയുടെയും തലമുടി കൊടുക്കുന്നു. ഈ ബേബിയുടെ തലമുടി ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്ന് ബ്രൗണിഷ് കളർ ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് എടുത്തറിയാൻ വേണ്ടിയാണ്. അമ്മയുടെ തലമുടിയിലെ ഫ്ലവറിന് ഇപ്പോൾ നമ്മൾ റെഡ് ജസ്റ്റ് ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് നമുക്കത് ഉണങ്ങിയതിന് ശേഷം കുറച്ചും കൂടെ കളർ കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലഷ് ടിൻറ്റും വൈറ്റും കൂടി എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം സ്കിൻ കളർ കൊടുക്കുക. ഈ സ്കിൻ കളർ കൊടുക്കുമ്പോൾ ആദ്യം ഫ്ലഷ് ടിൻറ്റും വൈറ്റും കൂടെ ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുത്തതിന് ശേഷം അതൊന്ന് ഉണങ്ങി വരുമ്പോൾ ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ഒന്ന് ഇന്ത്യൻ റെഡ് അല്ലെങ്കിൽ ബ്രൗൺ എന്നൊക്കെ പറയും, ആ ഒരു കളറ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഫ്ലഷ് ടിൻറ്റുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ശരിക്കും സ്കിൻ കളർ എടുത്തറിയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ബേബിയുടെ ഉടുപ്പ് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്കിൻ കളർ കറക്റ്റായിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഉടുപ്പിൽ നമ്മൾ അറിഞ്ഞ് നിൽക്കുള്ളൂ, കൈയും കാലും ഒക്കെ. എന്നിട്ട് നമ്മൾ മജന്തയും വൈറ്റും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് മജന്ത കൂടുതൽ നിൽക്കുന്ന രീതിയിൽ ബേബിക്ക് ഉടുപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അമ്മയുടെ തോളിൻ്റെ ഭാഗം വരെ ഉണ്ട്. എന്നിട്ട് സ്കൈ ബ്ലൂ വെച്ചിട്ട് നമ്മൾ ബേബിയുടെ ആ ഒരു ട്രൗസറിൻ്റെ സ്നഗ്ഗി എന്ന് പറയും ആ ഒരു ഭാഗം നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അമ്മയുടെ ഒരു തലമുടിയിലിരിക്കുന്ന ഫ്ലവറിന് നമ്മൾ വൈറ്റും റെഡും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും എടുത്തറിയും. അപ്പോൾ ആദ്യം ഒരു കോട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ചെയ്യണം. ക്ലേ അല്ലേ, അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റായിട്ട് നിൽക്കണമല്ലോ. എന്നിട്ട് ഡാർക്ക് ബ്ലൂവും സ്കൈ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉടുപ്പിന് കൊടുത്തിട്ട് ബെൽറ്റിന് നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഉണങ്ങി വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ഈ ഒരു ഉടുപ്പിൻ്റെ ഭാഗം ചുളിവ് കിടക്കുന്നുണ്ടല്ലോ, ആ ഭാഗം ടച്ച് ചെയ്ത് കൊടുക്കണം. ശരിക്കത് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഡ്രസ്സിനായിട്ട് ബ്ലൂ കളറൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അത് ശരിക്കും ആ ചുളിവിൻ്റെ ഭാഗം ശരിക്കും അറിയാൻ വേണ്ടി കേട്ടോ. അത് ഒന്ന് പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുന്നായിട്ട് കൊടുക്കണം. ഈ ക്ലേ എന്ന് പറയുന്നത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നന്നായിട്ട് കളർ കൊടുക്കണം കേട്ടോ. ഒരു കോട്ടല്ല 2 കോട്ടെങ്കിലും കൊടുക്കണം. അപ്പോൾ ബേബിയുടെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സ്കൈ ബ്ലൂ കളർ ഒന്നും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാർട്ടിന് റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ലൈറ്റ് കളർ കൊടുക്കണം. ഹാപ്പി മദേഴ്സ് ഡേ നമ്മൾ ഔട്ട്ലൈനർ കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്, ബ്ലാക്ക് ഔട്ട്ലൈനർ. അത് നമ്മൾ അതിന് മുകളിലായിട്ട് നമ്മൾ ഗോൾഡൻ പൗഡർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അതിന് മെറ്റാലിക് ഗോൾഡ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ബോട്ടിൽ നമ്മൾ മുകളിൽ ഒരു ഭംഗിക്കായിട്ട് ഒരു ചെറിയ പിങ്ക് റിബണും 2 ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇത്തവണ നമ്മൾ ഈ ഒരു എന്താ പറയുക മദേഴ്സ് ഡേ സ്പെഷ്യൽ ബോട്ടിലായിട്ട് അമ്മയ്ക്ക് ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ എളുപ്പമല്ലേ, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമ്മളൊരു ഫാമിലി ബോട്ടിൽ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മളത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.